ഹലോ എവ്രി വൺ, കേൾമിമം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ കുഞ്ഞുങ്ങളുള്ള വീടാണോ നിങ്ങളുടേത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു LCD റഫ് പാഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം. ഇത് പോട്ടോണിക്സ് എന്ന കമ്പനിയുടെ LCD റഫ് പാഡാണ്. ഇത് ഞാൻ മോനൊരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിയതെന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. വേറൊന്നുകൂടല്ല, കുഞ്ഞിൻ്റെ ഉയർന്ന മൊബൈൽ അഡിക്ഷൻ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കാരണം നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും സ്ക്രീൻ ടൈം കൊടുക്കരുതെന്ന്. പക്ഷേ മോനെന്ന് വെച്ചാൽ 1 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ഫോണിന് വേണ്ടിയിട്ട് വാശി പിടിച്ചു തുടങ്ങി. നമ്മൾ ഫോൺ വിളിക്കുന്ന ടൈമിലൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു ബേസിൽ അവൻ പിന്നെ ഫോണിനോ വേണ്ടി നിർബന്ധം പിടിക്കുക, ഭയങ്കരമായിട്ട് നുരോളിക്കൊക്കെ തുടങ്ങി. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഞാനിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് ലേണിംഗ് ഗെയിംസ് നോക്കി നമ്മുടെ ആമസോണിൽ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഗെയിമിൻ്റെ സാധനങ്ങളൊക്കെ വന്നപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്ലേറ്റ് പോലത്തെ ഒരു ഐറ്റം കണ്ട്, ഇലക്ട്രോണിക് റഫ് പാഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിരുന്നത്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അഡൾട്ട്സിനും യൂസ് ചെയ്യാം, അതുപോലെ കിഡ്സിനും യൂസ് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ. അതിൻ്റെ താഴത്തെ റിവ്യൂസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചധികം റിവ്യൂസ് ഉണ്ടായിരുന്നു, വളരെ നല്ല പ്രൊഡക്റ്റൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട്. മാത്രമല്ല, ഇത് കണ്ടു കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒരു ടാബ്ലറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ ആയിട്ടല്ലേ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കി. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഈ പ്രൊഡക്റ്റ്. ഞാൻ ഈ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത സമയത്തുള്ള വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രത്തോളം എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം മോൻ നമ്മൾ ഒരുപാട് ടോയ്സൊക്കെ കൊടുത്തെങ്കിലും അവൻ അതിനൊന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. ടോയ്സ് കൊടുത്തു കഴിഞ്ഞാലും അത് 2 മിനിറ്റ് കളിച്ചും അതവിടെ കളഞ്ഞ് പിന്നെയും മൊബൈലിന് വേണ്ടിയിട്ട് ഓടി വരുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ലപോലെ യൂസ്ഫുള്ളായി. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. കാരണം എന്നെപ്പോലെ ഒരു പാരൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലത്തെ ഒരു ഫേസിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് എത്രത്തോളം വാശി പിടിച്ച് ന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ പാരൻസ് ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും നന്നായിട്ട് നമ്മളൊന്ന് സെർച്ച് ചെയ്യും. ഞാൻ യൂട്യൂബിൽ ആദ്യം ഇതിൻ്റെ വീഡിയോ നോക്കിയായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ ആമസോണിൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കി. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് LCD സ്ക്രീൻ ടോട്ടലി കുഞ്ഞുങ്ങൾക്ക് സേഫാണ്, അതുപോലെ തന്നെ റേഡിയേഷൻ ഫ്രീ ആണ്, നോൺ ടോക്സിക് ആണ്. മാത്രമല്ല ഇത് കുഞ്ഞുങ്ങളുടെ കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല, ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു പേന വെച്ച് വരയ്ക്കാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ലേറ്റിൽ വരച്ചാൽ മാത്രമാണ് ഇതിങ്ങനെ തെളിഞ്ഞു വരുള്ളൂ. ബാക്കി പുറത്ത് എവിടെയെങ്കിലും വെച്ച് വരച്ചാലോ അല്ലെങ്കിൽ ചുമരിൽ വരച്ചാലോ ഒന്നും പാട് വീഴത്തില്ല. സ്ലേറ്റിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. എനിക്കിതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത് ഇത് കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റിവിറ്റീനെ ഡെവലപ്പ് ചെയ്യും. ഞാനിവിടെ ഈ ക്ലിപ്പ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം അവരുടെ ആക്റ്റീവ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല അതിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ നമ്മളൊരു ലെറ്ററാണ് എഴുതാൻ പറഞ്ഞാൽ ആ ലെറ്റർ ആയിരിക്കില്ല എഴുതുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർ ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അമ്മ എഴുതട്ടെ. ഇതെന്താ? ഗുഡ് ബോയ്. നീ ഇവിടെ എഴുതട്ടെ അമ്മ. അതുപോലെ തന്നെ നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ടോഡ്ലർ പീരീഡ് എന്ന് പറയുന്നത്. അവരൊരു സ്ഥലത്തും ഇരിപ്പുറയ്ക്കാത്തൊരു പ്രായമാണ്. എവിടെ ഓടി നടക്കണം, എന്ത് പുതിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതെല്ലാം വന്നൊരു പീരീഡാണിത്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഇവരെ ഫോഴ്സ്ഫുള്ളി പിടിച്ചിരുത്താണ്ട് ആക്റ്റീവായിട്ട് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനും. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം, അവൻ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ആൽഫബറ്റ്സും അതുപോലെ തന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഷേപ്സും നമ്മൾ പടങ്ങളൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഇതിങ്ങനെ വയ്ക്കാം അമ്മ ആദ്യം എഴുതാവേ.
ഇതെന്താ അമ്മ എഴുതിയേക്കണേ? ആ, കൊള്ളാലോ. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇന്ന് അല്പം കൂടി പോയിട്ടുണ്ട്, നിങ്ങളോട് ക്ഷമിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്റ്റീവ് ലേണിങ്, അതായത് അവർ പുതിയ എന്ത് കാര്യവും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ച് അത് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അവരുടെ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ മോന് 2 വയസ്സാണ് പ്രായം. അവന് ലെറ്റേഴ്സ്, ഇപ്പോൾ ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് ഇത് ഉപയോഗിച്ച് ഞാൻ എഴുതി കാണിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മലയാള അക്ഷരങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ഇങ്ങനെ എഴുതി കാണിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് വരപ്പിക്കുകയല്ല, അവനെ എഴുതി കാണിച്ചു കൊടുക്കും, ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഷേപ്സ്, പിക്ചേഴ്സ്, എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സൊക്കെ ഞാനത് വരച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ചെയ്യിക്കാണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് പോയിട്ട് അതൊരു മടുപ്പായിട്ട് മാറും. അപ്പോൾ അവരെപ്പോഴാണോ ആക്റ്റീവായിട്ടിരിക്കണേ ആ ഒരു സമയം നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു LCD റൈറ്റിംഗ് പാഡ് മോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവനിൽ കണ്ടൊരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിലുള്ള ഒരു ഇൻട്രസ്റ്റ് അവന് കുറഞ്ഞു. അതായത് നമുക്ക് പണ്ട് ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടില്ലായിരുന്നു. കാരണം ഇവൻ ഫോണിന് വേണ്ടി നൊലോളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഫോൺ എടുക്കേണ്ടി കഴിഞ്ഞപ്പോൾ മാക്സിമം ഞാൻ ഫോൺ എടുത്ത് വെക്കിയിട്ടായിരുന്നു പതിവ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വേണ്ട അവനിപ്പോൾ. ഇതിനകത്ത് നമ്മൾ കൂടെ ഇരിക്കണം, നമ്മൾ അവൻ്റെ കൂടെ ഇരുന്നേച്ചോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതിയോ അല്ലെങ്കിൽ അവൻ പറയണ ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ ലെറ്റേഴ്സ് ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്, അതൊക്കെ ഒന്ന് എഴുതി കാണിച്ചു കൊടുത്താൽ മതി. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് അതെല്ലാം ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഈസി ടു ക്യാരിയാണ്, ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല ഈ ഒരു പ്രൊഡക്റ്റിന്. മാത്രമല്ല ഇതിന് നമുക്ക് ലോങ് ബാറ്ററി ലൈഫാണ്. ഞാനിപ്പോൾ 1.5 വയസ്സിൽ ഞാൻ അവന് വാങ്ങിയതാണ്. ഇപ്പോൾ അവന് 2 വയസ്സ് കഴിഞ്ഞു, ഇതുവരെയും അതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതുപോലെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള വേറൊരു ഉപകാരം എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പെൻസിൽ അല്ലെങ്കിൽ പേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ചുമരിലൊക്കെ വരച്ചു തുടങ്ങും. അപ്പോൾ അത് തടയാനായിട്ട് നമ്മൾ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ ഈ ഒരു സ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ടും വേണ്ട. അതായത് നമുക്ക് പേപ്പറും വേണ്ട, അതുപോലെ തന്നെ പെൻസിലോ അല്ലെങ്കിൽ അത് മായ്ച്ച് കളയാനുള്ള റേസറോ ഒന്നും വേണ്ട. കംപ്ലീറ്റ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. പേപ്പറൊന്നും നമുക്ക് വേസ്റ്റ് ചെയ്ത് കളയേണ്ടി വരില്ല ഈ ഒരു സ്ലേറ്റ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ ഇപ്പോൾ ഈ സ്ലേറ്റിൻ്റെ പെൻസിൽ വെച്ചിട്ട് നമുക്ക് അവർ ചുമരിൽ വരച്ച് കഴിഞ്ഞാലും അതിൽ പാട് വീഴില്ല, കാരണം ഇതിന് ഇങ്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്രിയേറ്റിവിറ്റി, അതായത് വരയ്ക്കാനുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള ക്രിയേറ്റിവിറ്റി കളയാണ്ട് നമുക്ക് ഈ ഒരു സ്ലേറ്റ് കൊടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സ്ലേറ്റിൽ എന്തെങ്കിലും ഈ പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സിംഗിൾ ബട്ടൺ ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട്. ചെറിയൊരു ഡിലീറ്റ് ബോക്സിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ഡിലീറ്റ് ബട്ടണിൻ്റെ ആ ഒരു ഇമേജ് ഇതിൽ നിന്ന് മാഞ്ഞു പോയി. അത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ സൈറ്റ്, ഇപ്പോൾ നമുക്ക് ആമസോണോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഫീച്ചർ കാണാൻ പറ്റും. അതുപോലെ ഈ ഒരു റൈറ്റിംഗ് പാഡിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്ക് ബട്ടനാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ സ്ലേറ്റിൽ വരച്ചിട്ട് നമ്മൾ ആ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരച്ചത് അതിൽ നിന്ന് മിസ്സായി പോകണുണ്ട്, അത് മാഞ്ഞു പോവും. അതേസമയം നമ്മൾ ഇതിൻ്റെ പുറകിലൊരു ലോക്ക് ബട്ടൺ ഉണ്ട്, ലോക്കും ചെയ്യാം അൺലോക്കും ചെയ്യാം. ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് മാഞ്ഞു പോകത്തില്ല, അതുപോലെ തന്നെ അതിനകത്ത് കിടക്കും. വൺസ് ഇപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് അത് അൺലോക്ക് ചെയ്തിട്ട് നമ്മളത് ഡിലീറ്റ് ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചേക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും. വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഞാൻ 199 റുപ്പീസായിരുന്നു ഇത് വാങ്ങുന്ന ടൈമിൽ. ആമസോണിൽ അതുപോലെ തന്നെ ഫസ്റ്റ് ക്രൈയിലൊക്കെ ഇതിൻ്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ സെയിം കമ്പനി തന്നെയല്ല, പല കമ്പനിയുടെ, ഇപ്പോൾ ആമസോണിൽ ആമസോൺ ബേസിക്സിൻ്റെ തന്നെ അവൈലബിൾ ആണ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി മോൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്ലേറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നണം. ഇതിൻ്റെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു സ്ലേറ്റും കൂടി ഉണ്ട്, അത് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ പാരൻസിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഈ LCD റൈറ്റിംഗ് പാഡ് എന്ന് പറയുന്നത്. ഈ ചോക്ലേറ്റ്സും ടോയ്സൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇങ്ങനെയൊരു പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് കുഞ്ഞുങ്ങളുള്ള പാരൻസിനോ അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു LCD റൈറ്റിംഗ് പാഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള
ആളുകളിലേക്കും ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.